സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ വളരെ വ്യക്തതയോടെ ഈ വചനം സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ത്യകാലത്ത് വളരെ വ്യക്തതയോടുകൂടി പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ആമേൻ. മനുഷ്യൻ എങ്ങനായിത്തീരുമെന്നാണ് പറയുന്നത്? സ്വസ്നേഹികളായിത്തീരും. ഇന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ അറിയും, ഇന്ന് അവരവരെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. ഉണ്ടോ? വളരെ വ്യക്തതയാണ്. നമുക്ക് അവരവരെ തന്നെയാണ് അവർ സ്നേഹിക്കുന്നത്. കൂടെയുള്ളവരെ ആരെയും കൂടുതൽ സ്നേഹിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. സ്വസ്നേഹികളായിത്തീരുന്നൊരു കാലഘട്ടം ഇത് അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ്. കർത്താവിൻ്റെ വരവിൻ്റെ ഒരു ലക്ഷണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ സ്വസ്നേഹികളായിത്തീരും, ദ്രവ്യാഗ്രഹികളായിത്തീരും. എന്തു വന്നാലും എനിക്ക് വേണം. അവർക്കെന്ത് സംഭവിച്ചു, മുമ്പ് നിൽക്കുന്ന ആൾ എന്ത് സംഭവിച്ചുള്ളൊരു വിഷയമല്ല, എനിക്ക് പണം ഉണ്ടാക്കണം. ദ്രവ്യാഗ്രഹികൾ. അടുത്തത് പറയുന്നു, ഹല്ലേലൂയ. വമ്പ് പറയുന്നവർ ഇല്ലേ? ഇത്രയും കാര്യം ചെയ്തെന്ന് പറഞ്ഞ് വിളിച്ചു നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? നമ്മളത് കാണുമ്പോൾ ആശ്ചര്യപ്പെടരുത്. നമ്മളത് കാണുമ്പോൾ നമ്മൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളതാ, എൻ്റെ ആത്മമണാളൻ വരാൻ സമയമായി, എൻ്റെ കർത്താവ് വരാൻ സമയമായി. ഹല്ലേലൂയ. സ്വസ്നേഹികളെ കാണുമ്പോൾ, തന്നെത്താൻ സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ പറയണം, എൻ്റെ കർത്താവ് വരാൻ സമയമായി. ദ്രവ്യാഗ്രഹികളെ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കണം, എൻ്റെ കർത്താവ് വരാൻ സമയമായി. ഇവിടെ പറയുന്നു, അടുത്തത് പറയുന്നു, ഹല്ലേലൂയ. സ്വോത്രം. വമ്പ് പറയുന്നവര്, ആവശ്യമില്ലാതെ വമ്പ് പറയുന്നവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഞാൻ ഈ വചനം വായിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓർക്കാൻ കഴിയണം, ഇത് ഞാൻ പണ്ട് വായിച്ച വചനത്തിൻ്റെ നിവൃത്തീകരണമല്ലേ ഇപ്പോൾ നടക്കുന്നത്. ഹല്ലേലൂയ. അടുത്തെന്താ പറയുന്നത്? അഹങ്കാരികൾ ഇല്ലേ? നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ ദൂരെ എങ്ങും പോകണ്ട, അന്യ രാജ്യത്തും പോകണ്ട, അന്യ സംസ്ഥാനത്തും പോകണ്ട. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമാണ് കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുന്നത്. അഹങ്കാരികൾ. പിന്നെ ദൂഷകന്മാർ. അത് നമ്മുടെ ചുറ്റുപാട് കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന അത് തന്നെ അല്ലേ? ദൂഷകന്മാർ. അവരുടെ കുറ്റം ഇവിടെ, ഇവരുടെ കുറ്റം അവിടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കലഹമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നവർ ദൂഷകന്മാർ. അടുത്തത്, അത് നമ്മൾ തന്നെ ചിന്തിക്കുക, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. ഇന്ന് തലമുറകളെ കൊണ്ടാണ് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത് അല്ലേ? മാതാപിതാക്കളും ചിന്തിച്ചു നോക്കിയേ. പണ്ട് നമ്മളൊരു ചെറിയ ഈർക്കിളി എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ മുമ്പേ കണ്ട വടി എടുത്തെങ്കിൽ കുട്ടികളൊക്കെ ശാന്തമായിട്ട് അവിടെ ഇരുന്നേനെ, വീട്ടിലാണ് ഇരുന്നേനെ. ഇന്നിരിക്കുവോ? 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, 4ാമത് പറയാൻ പറയും, അമ്മ നമ്മുടെ പണി നോക്ക്. ശരിയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, വചനം പറഞ്ഞ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. ഇന്ന് സകല മാതാപിതാക്കളും വേദനിക്കുന്നൊരു വിഷയമാണ്, തൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്നുള്ളത്. എത്രയോ വേദനിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, ഹല്ലേലൂയ. ഇത് നമ്മളോട് പറയുന്ന എന്താണ്? വചനം പറയുന്നു, മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ കർത്താവ് തന്നിരിക്കുന്ന വചനം നിവർത്തീകരണത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്തത് പറയുന്നു, ഹല്ലേലൂയ. നന്ദി കെട്ടവർ. അത് നമ്മുടെ ചുറ്റുപാട് കാണാൻ കഴിയും ഇല്ലേ? നമ്മളൊരു ഇന്ന് മനുഷ്യന് ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു താങ്ക്സ് പോലും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല, കാരണം കിട്ടത്തില്ലെന്നറിയാം. അപ്പോൾ ഇന്ന് നന്ദി കെട്ടവർ. അടുത്തത് പറയുന്നു, ഹല്ലേലൂയ. അശുദ്ധര് അല്ലേ? നമുക്കതൊക്കെ നമ്മൾ ഇതൊന്നും ദൂരെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ച് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും പറയുന്നു, ഹല്ലേലൂയ. വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ. ചിലരെ എങ്ങനെ നോക്കിയാലും ഇണക്കാൻ പറ്റത്തില്ല ഇല്ലേ? നമ്മൾ തന്നെ പറയും, ഇവർ എങ്ങനെ നോക്കിയാലും കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയല്ല. ഇത് പറഞ്ഞവരെ നമ്മൾ മാറ്റി നിർത്തണ്ട. ഇത് കർത്താവിൻ്റെ വരവിൻ്റെ ഒരു ലക്ഷണമാണ്. ആമേൻ. സ്തോത്രം. അടുത്തത് പറയുന്നത്, ഏഷണിക്കാരും, അജിതേന്ദ്രന്മാരും, ഉഗ്രന്മാരും, സൽഗുണദോഷികൾ, ദ്രോഹികൾ, ധാർഷ്ട്യക്കാരും, നിഗളികളുമായി. സ്തോത്രം. നിഗളികളുമായി, ദൈവപ്രിയമില്ലാതെ, ആമീൻ, ഭോഗപ്രിയന്മാരായി, ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുകൾ, അല്ലെങ്കിൽ അടുത്തടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്.